പച്ചക്കറികൾക്ക് തീ വിലയായതോടെ പ്രതിസന്ധിയിലായി ഹോട്ടൽ മേഖല. ഉച്ചഭക്ഷണത്തിനുൾപ്പെടെ ചെലവ് കുത്തനെ ഉയർന്നതോടെ നഷ്ടം സഹിച്ചാണ് ഹോട്ടലുകാർ കച്ചവടം നടത്തുന്നത്. പച്ചക്കറികൾക്ക് വില കുറഞ്ഞില്ലെങ്കിൽ ഭക്ഷണങ്ങളുടെ വിലയും താമസിയാതെ വർദ്ധിക്കും. മീനിനും മാംസത്തിനും പിന്നാലെ ഹോട്ടൽ മേഖലയുടെ നട്ടുപൊടിച്ച് പച്ചക്കറിയുടെ വിലവർധനയും. ഊണിന് 60 മുതൽ 80 വരെയാണ് നിലവിൽ ഈടാക്കുന്നത്. തക്കാളിക്കും പയറിനുമെല്ലാം വില 100 കടന്നതോടെ നിരക്ക് കൂട്ടാതെ ഊണ് നൽകുന്നത് ഹോട്ടലുകൾക്ക് വെല്ലുവിളിയായി. വില കൂട്ടേണ്ട സാഹചര്യം അതിക്രമിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതുവരെ ആരും അമിതമായിട്ടൊന്നും വില കൂട്ടിയിട്ടില്ല. ഇതേപോലെ തുടരുകയാണെങ്കിൽ എന്തായാലും വിലവർധനയിലേക്ക് നീങ്ങേണ്ടി വരും. വില കൂട്ടിയാൽ കച്ചവടം കുറയും എന്നതിനാൽ നഷ്ടം സഹിച്ചാണ് പലരുടെയും കച്ചവടം. 60 രൂപയ്ക്കാണ് ഞങ്ങൾ ചോറ് കൊടുക്കുന്നത്. അതൊന്നും ഒന്നും കിട്ടില്ല. അത് പിന്നെ വളരെ തുച്ഛമായ ഇതേ പോകുന്നുള്ളൂ. നേരത്തെയൊക്കെ 300-400 ചോറ് പോയതാണ്. ഇപ്പോൾ ആകെ വളരെ കുറച്ച് ചോറേ പോകുന്നു. വില വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഹോട്ടൽ ഉടമകൾ തള്ളിക്കളയുന്നുമില്ല. സർക്കാരുമായി ചർച്ച 1-2 തവണ നമ്മളെ സംസ്ഥാന കമ്മിറ്റി, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നടത്തി കഴിഞ്ഞു. അത് എന്നിരുന്നാലും ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രിയെ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. വിലകയറ്റത്തിനെതിരെയും മറ്റേ എല്ലാ മന്ത്രിതലത്തിലും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വില വർദ്ധിക്കുന്നതിൻ്റെ ആശങ്ക കഴിക്കാനെത്തുന്നവർക്കുമുണ്ട്. ഇരട്ടി വിലയാണല്ലോ. ഇപ്പോൾ കിലോ തക്കാളി 60 എന്ന് പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മൾ വില പട്ടികയൊക്കെ നോക്കിയല്ലോ, ഏകദേശം ഇപ്പോൾ അതൊക്കെ മാറി തുടങ്ങും. ഇപ്പോൾ കണ്ടിരിക്കുന്ന റേറ്റൊന്നുമല്ല. ഇപ്പം തന്നെ ഞാൻ ചോദിക്കുമ്പോൾ 200 രൂപയാണ് ഒരു മട്ടൻ ചാപ്സ് 2 പീസ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്നും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഹോട്ടൽ വിലയുടെ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ 75% ആൾക്കാർ ഒന്നും ചെയ്യാൻ പറ്റില്ല. വെള്ളം കുടിച്ചിരിക്കേണ്ടിയിരിക്കും. എല്ലാറ്റിനും അനാസ്ഥകാരമുണ്ട്. വില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് ഹോട്ടൽ ഉടമകളുടെ ആവശ്യം. ഹോട്ടലിലെ ഈ പട്ടികയ്ക്ക് തൽക്കാലത്തേക്ക് വില കൂടുന്നില്ല. പച്ചക്കറിക്കടക്കം വില കുറഞ്ഞില്ലെങ്കിൽ തീന്മേശക്കും ചെലവേറുമെന്ന് ഉറപ്പാണ്. പാലക്കാട് നിന്ന് അരുൺ പുതുപ്പാടിക്കൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം.